അപ്പോൾ ഈ തൈലേറിയ ഉള്ള പശുവിനാണെങ്കിലും വരാതിരിക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഈ ബാഹ്യപരാധങ്ങളെ നശിപ്പിക്കാനുള്ളൊരു ഒറ്റ ടെക്നിക്ക് പശു എൻ്റെ ഉണ്ട്, ഒരു മരുന്നുണ്ട്. അതെന്ന് പറഞ്ഞാൽ പലർക്കും പറഞ്ഞു കൊടുത്തിരിക്കാൻ വിഷമിച്ച് എനിക്ക് പറഞ്ഞു കൊടുക്കും, അവർ മാത്രം ഉപയോഗിക്കുന്നുള്ളൂ. അത് കാരണം ഇത് പബ്ലിക്കിൽ എല്ലാവർക്കും ഉപയോഗിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞു തരാൻ പോകും. പശുക്കൾക്ക് തൈലേറിയ വന്ന പല പ്രശ്നങ്ങളും ഉണ്ടാവും. അപ്പോൾ തൈലേറിയ എന്താണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് ഹരിവൈദ്യനാണ്. അപ്പോൾ ഹരിവൈദ്യനോട് നമുക്ക് ഇതിന്റെ കാര്യങ്ങളൊക്കെ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. ഇതാണ് ഓഫീസ്. അപ്പോൾ നമസ്കാരം ചേട്ടാ. നമസ്കാരം ചേട്ടാ. അപ്പോൾ എന്താണ് ഈ തൈലേറിയ? തൈലേറിയ എന്ന് പറഞ്ഞ രോഗം ചെള്ളുപനിയാണ്. ചെള്ളുപനിയാണ് തൈലേറിയ എന്ന് വെച്ചാൽ അതിൻ്റെ ശാസ്ത്രീയപരമായിട്ട് അതിൻ്റെ അടുക്ക് പറയാനാണെങ്കിൽ ചണ്ടൽപ്പനി, മൊണ്ടിനോവ്, തൊണ്ടവീക്ക്, അടപ്പൻ, ചെള്ളുപനി, അത് കഴിഞ്ഞാണ് ഗോവസൂരി, ത്വക്ക് രോഗം എല്ലാം അങ്ങോട്ട് പോണത്. ചെള്ളുപനിയാണ് തൈലേറിയ എന്നുള്ള സാധനം. ഇതുണ്ടാക്കുന്നത് ബാഹ്യപരാധങ്ങളാണ്. അങ്ങനെയല്ലേ? ബാഹ്യപരാധങ്ങൾ എന്ന് പറഞ്ഞാൽ പട്ടുണ്ണി, ചെള്ള്, ബട്ടൻ, പേന് ഇത് മുതലായ ഈ ശരീരത്തിൽ അനാവശ്യമായിട്ട് കയറുന്ന പരാധങ്ങളാണ് ഇതുണ്ടാക്കുന്നതും പകർത്തുന്നതും. തൈലേറിയ ഉള്ള പശുവിനാണെങ്കിലും വരാതിരിക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഈ ബാഹ്യപരാധങ്ങളെ നശിപ്പിക്കാനുള്ളൊരു ഒറ്റ ടെക്നിക്ക് പശു എൻ്റെ ഉണ്ട്. അപ്പോൾ ക്ഷീരകർഷകർ ശ്രദ്ധിക്കേണ്ടത്, ഈ സാധനം ശരീരത്തെ പിടിച്ചിരിപ്പുണ്ടെങ്കിൽ തൈലേറിയ കൊണ്ട് എത്രയും പെട്ടെന്ന് ഡോക്ടറെ കാണിക്കുകയോ അല്ലെങ്കിൽ ലാബിൽ നിന്ന് ടെസ്റ്റ് ചെയ്തിട്ട് തൈലേറിയ ഉണ്ടെന്ന് നിജപ്പെടുത്തുക. ഈ രോഗം കർഷകന് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല, വളരെ സൈലൻ്റാണിത്. ബാഹ്യ ലക്ഷണങ്ങൾ കൂടുതലായിട്ടൊന്നും ഉണ്ടാവില്ല. തൈലേറിയയ്ക്ക് ഒരു മൂക്കരിപ്പും കാര്യങ്ങളും ഉണ്ടാവും, എന്നാൽ ഭക്ഷണം കഴിക്കുകയും മറ്റു കാര്യങ്ങൾക്ക് കുഴപ്പമുണ്ടാവില്ല. തൈലേറിയ കൂടുതലായിട്ട് വന്നു കഴിയുമ്പോഴാണ് ബ്ലഡ് കുറയുന്നത്. ബ്ലഡ് കുറഞ്ഞു കഴിയുമ്പോൾ പശു തളർന്നു പോകും. അതിന് എഴുന്നേറ്റ് നടക്കാൻ വിഷമം കാണിച്ചാലും നടക്കാനുള്ള ബുദ്ധിമുട്ടും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടായി വരും. അവസാന ഘട്ടം വരുമ്പോൾ വീണ പിന്നെ എഴുന്നേക്കാതെ വരും. ആ അവസ്ഥയിൽ നഷ്ടപ്പെട്ടു പോകും. ഈ ബാഹ്യപരാധങ്ങൾ ശരീരത്തിലുണ്ടാകാൻ നോക്കുക. അതുണ്ടോ എങ്കിൽ അതൊരു 15 ദിവസം 20 ദിവസം 1 മാസം കടിച്ചിരുന്നാൽ ഈ രോഗം ഉണ്ടാവും. ഒരു മരുന്ന് എന്ന് പറയാൻ പറ്റില്ല, അവരവർക്ക് വീടുകളിൽ ചെയ്യാവുന്ന കാര്യമുള്ളൂ. അത് കർഷകൻ ശ്രദ്ധിച്ചിരുന്നിട്ട് അത് പെരട്ടിയിട്ട് അതിൻ്റെ അഭിപ്രായം പെരട്ടി അനുഭവസ്ഥര് നല്ല ശരിക്ക് കമൻറ്റ് വിട്ടെങ്കിലേ മറ്റുള്ളവർക്കും വിശ്വാസം വരുള്ളൂ. ചെയ്തോ കൂട്ടി ഞാൻ പറഞ്ഞു തരാം. 1/2 ലിറ്റർ വെളിച്ചെണ്ണ 500 മില്ലി, അതിന് ചെറിയൊരു കൂട്ടാണ് പറയുന്നത്. ആ കൂട്ടിൽ നിന്ന് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഒരു കണക്കാണ് ഞാൻ പറഞ്ഞത്. 1/2 ലിറ്റർ വെളിച്ചെണ്ണ, അതിൻ്റെ കൂട്ടത്തിൽ 1/2 ലിറ്റർ മണ്ണെണ്ണ ഒഴിക്കണം. രണ്ടും കൂടിയാകുമ്പോൾ 1 ലിറ്ററായി. അതിനകത്തേക്ക് 30 മില്ലി യൂക്കാലി തൈലം ഒഴിക്കണം. 20 ഗ്രാം പച്ചക്കർപ്പൂരം, 20 ഗ്രാമാണ് പച്ചക്കർപ്പൂരം അങ്ങാടി വരെ കിട്ടും, പൊടിച്ചിടണം. പിന്നെ ഡൈലൂട്ടാക്കണം. പിന്നെ ഡൈലൂട്ടാക്കിയിട്ട് ഇത് ഇരിക്കുന്ന സ്ഥലം, ഈ സാധനം നമ്മൾ നോക്കിയാൽ ചിലപ്പോൾ കാണത്തില്ല. ഇവൻ പല സൈസിലിരിക്കും. ഈ പട്ടുണ്ണി പോലെ സാധനം ഇവൻ പരിപ്പ് പോലെ വാലിൻ്റെ മുടിഭാഗത്ത് നിറയെ ഉണ്ടാവും. അപ്പോൾ അതിന്മേൽ ഈരുണ്ടാവും. വാല് മേലോട്ട് വിതർത്ത് നോക്കിയിട്ട് അതിൻ്റെ മാംസം നോക്കിയാൽ ഇവനിങ്ങനെ അടുങ്ങിയിരിക്കണം കാണാം. അവിടെ ഉണ്ടുവെങ്കിൽ തീർച്ചയായും യോനിപ്പാട്ടിലുണ്ടാവും. ഈ തൊടയുടെ ഇടുക്കിൽ അകിടിൻ്റെ 2 വശത്തും ഇവൻ അട്ടിയാർ പിടിച്ചിരിക്കും. കക്ഷത്തിലുണ്ടാവും, ചെവിയുടെ അകത്തും പുറത്തും ഉണ്ടാവും, കണ്ണിൻ്റെ ഈ ഭാഗത്ത്, പശുവിൻ്റെ നാക്കെത്താത്ത സ്ഥലത്തൊക്കെ പിടിച്ചിരിക്കും. അവിടെ ഇത് ഡൈലൂട്ട് ചെയ്തിട്ട് ഈ സാധനം അങ്ങോട്ട് പെരട്ടിയാൽ 30 മിനിറ്റ് അല്ലെ 40 മിനിറ്റിനകം നിങ്ങൾ എവിടെയൊക്കെ പെരട്ടിയോ ആ സാധനം എല്ലാം ചത്തതാണ് വീഴും. അത് കഴിയുമ്പോൾ പെരട്ടിയാൽ 1 മണിക്കൂർ കഴിഞ്ഞ് അലക്ക് സോപ്പ്, ബാർ സോപ്പിൻ്റെ വെള്ളത്തിൽ ദേഹം കഴുകിയേക്കാം. ഇത് കംപ്ലീറ്റ് പോയി. പിന്നെ ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം, കൂടുതൽ പശുക്കളുള്ളവരാണെങ്കിൽ ഈ മരുന്ന് ഇരട്ടിക്കുകയോ കുറയ്ക്കുകയോ ചെയ്യാം. തൊഴുത്തിനകത്ത് കയറി ഈ സാധനം ഇരിക്കും. തൊഴുത്തിനകത്ത് എരുത്തിനകത്ത് വിടവുകളോ ഭിത്തിക്കോ വല്ല വിടവുകളോ പുൽത്തൊട്ടിയുടെ വിടവുണ്ടെങ്കിൽ ഈ ജന്തു അതിനകത്തുണ്ടാവാം ഈ പരാതങ്ങൾ. അപ്പോൾ അത് ആദ്യം പശുക്കളെല്ലാം വെളിയിലേക്ക് ഇറക്കിയിട്ട് തൊഴുത്തൊന്ന് ക്ലീനാക്കുക, വാഷ് ചെയ്യുക. എന്ന് വെച്ചാൽ ഈ മൂട്ടയ്ക്കടിക്കണ മരുന്ന് കിട്ടും, മൂട്ടയ്ക്കടിക്കണ മരുന്ന്, അത് മണ്ണെണ്ണയും ചേർത്തിട്ട് തൊഴുത്ത് പശുക്കളെല്ലാം വെളിയിലേക്ക് ഇറക്കിയിട്ട്, ഈ സാധനം ഉള്ളവർ മാത്രം ചെയ്താൽ മതി, വെളിയിൽ ഇറക്കിയിട്ട് തൊഴുത്തിനകത്ത് ആദ്യം ടിറ്റൊഡിയോ ഇങ്ങനെയുള്ള മൂട്ട കടിക്കണ മരുന്ന് കീടനാശിനി കടയിൽ കിട്ടും. കീടനാശിനി വിൽക്കുന്ന സ്ഥലത്തുനിന്ന് മൂട്ട കഴിക്കണ മരുന്ന് വാങ്ങിച്ച് മണ്ണയോ തർപ്പണോ ഏതെങ്കിലും ചേർത്ത് തൊഴുത്തിനകത്ത് മൊത്തം അടിക്കുക. മൊത്തം അടിച്ച് കഴിഞ്ഞിട്ട് ഒരു 4-5 മണിക്കൂർ കഴിയാതെ പശുക്കളെയൊന്നും തൊഴുത്തിനകത്ത് കയറ്റരുത്. അത് പോയിസൺ ആയതുകൊണ്ട് കയറ്റരുത്. ഇതിൻ്റെ മണമൊന്നും പശുക്കളെ ഏക്കാൻ പാടില്ല. അത് കഴിഞ്ഞതിന് ശേഷം തൊഴുത്ത് ക്ലീനാക്കി കഴിഞ്ഞിട്ട് ഓരോ പശുക്കളെ പുറത്തിറക്കിയിട്ട് ഈ ഞാൻ പറഞ്ഞ മരുന്നങ്ങ് പുരട്ടുക. അപ്പോൾ തൊഴുത്തും ക്ലീനായി, പശുവിൻ്റെ ദേഹത്തൊന്നും പോയി ഈ സാധനം ഉണ്ടാവില്ല. ഇത് കൃത്യം ഫലവത്താണ്. പല ആൾക്കാരും ഉപയോഗിക്കുന്നുണ്ട്, പലർക്കും പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. പശുവിൻ്റെ മേത്തുണ്ടാവും, പട്ടിയുടെ മേത്തുണ്ടാവും, പൂച്ചയുടെ മേത്തുണ്ടാവും. ഈ സാധനം വളരെ അപകടകാരിയായ സാധനമാണിത്. അത് വളരെ ശ്രദ്ധിക്കണം. അത് മാറിയാൽ, അത് കളഞ്ഞാൽ ആരംഭത്തിലെ ഒരു കഴിച്ചിരിക്കുന്നതൊന്നും തൈലേറിയ വരില്ല. ഇത് സ്ഥിരമായി കടിച്ചിരിക്കുമ്പോഴാണ് ഈ തൈലേറിയ എന്ന് പറഞ്ഞ അസുഖം ഉണ്ടാകണം. തൈലേറിയ എന്ന് പറഞ്ഞാൽ മാരകമായ രോഗമാണ്. ഒരു പൈസ മുടക്കം ഉള്ളതാണ്.
അതിൻ്റെ ഒരു ഇഞ്ചക്ഷൻ തന്നെ ഉണ്ട്, സുബിയോൺ എന്നാണ് അതിൻ്റെ പേര്. പിന്നെ വേറെ ഇഞ്ചക്ഷൻ ഉണ്ട്, അതൊക്കെ ഡോക്ടർമാർ ചെയ്തോളൂ. എൻ്റെത് ആയുർവേദ പണിയാണ്. അപ്പോൾ അതിനൊക്കെ നല്ല വിലയുള്ളതാണ്. അപ്പോൾ ഇതൊക്കെ നോക്കിയിട്ട് വരാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. എല്ലാവർക്കും ബോധ്യപ്പെടാൻ ചോദിക്കും, വേണേൽ ഒന്നുകൂടി അളവ് പറഞ്ഞു തരാം. 1/2 ലിറ്റർ മണ്ണെണ്ണയ്ക്ക് 1/2 ലിറ്റർ വെളിച്ചെണ്ണ. ഇനി മണ്ണെണ്ണ കിട്ടാൻ ബുദ്ധിമുട്ടാണെന്ന് പലരും പറയാറുണ്ട് എന്നോട്. അതിന് പകരമുണ്ട് 1/2 ലിറ്റർ വെളിച്ചെണ്ണയ്ക്ക് ഇടകത്ത് 100 മില്ലി ഓയിൽ ടർപ്പൻറൈൻ മെഡിക്കൽ സ്റ്റോറിൽ കിട്ടും. ഓയിൽ ടർപ്പൻ അല്ലെങ്കിൽ ഓയിൽ ടർപ്പൻറൈൻ അത് മെഡിക്കൽ സ്റ്റോറിൽ കിട്ടും. ഈ 1/2 ലിറ്റർ മണ്ണെണ്ണയ്ക്ക് പകരം 100 മില്ലി ഓയിൽ ടർപ്പൻ ഇനത്തേക്ക് ഇറത്താൽ മതി വെളിച്ചെണ്ണയ്ക്കകത്ത്. ബാക്കി ഈ 30 മില്ലി യൂക്കാലി തൈലും 20 ഗ്രാം പച്ചക്കർപ്പൂരം കൂടി പൊടിച്ചിടണം. അപ്പോൾ ഈ ഓയിൽ ടർപ്പൻ ചേർക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഒരല്പനേരം ചനയുള്ള പശുവിന് പറ്റുമ്പോൾ ഒരല്പനേരമെങ്കിലും അതൊന്ന് നക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. കാര്യം എന്താ വെച്ചാൽ ടർപ്പൻ ഉള്ളിൽ ചെന്നാൽ അബോർഷാകാൻ സാധ്യതയുണ്ട്. അതൊന്ന് ശ്രദ്ധിക്കാൻ മാത്രമേ ഉള്ളൂ. മണ്ണെണ്ണയാണെങ്കിൽ പ്രശ്നമില്ല. അപ്പോൾ ഈ ചെള്ളു മൂലം തൈലേരിയുള്ള പശുക്കൾക്ക് അതിനുള്ള മരുന്നൊന്നും കഴിക്കാം? ഉണ്ടല്ലോ, അതിനുള്ള മരുന്ന് തിരിക്കണേ. ഇതാണല്ലേ? ഇതെങ്ങനെയാണ് ഇതിന്റെ ഉപയോഗം? മൊത്തം 12 ദിവസമാണ്. അത് ഈ തൈലേറിയ എത്ര പ്ലസ് തൈലേറിയ ഉണ്ടെന്നേരം ബ്ലഡ് പരിശോധിക്കണം. എന്നിട്ട് ഡോസേജ് നിശ്ചയിക്കണം. മരുന്നിതാ ഡോസേജ് ചെയ്യിക്കണം. അങ്ങനെ ഒരു 2+ മേലോട്ട് 3+ വരെ തൈലേറി ഉണ്ടെങ്കിൽ ആ പശുവിന് ഇത് 5 ദിവസത്തേക്കുള്ളതാണ്. ഇതിന് ഒരു 5ആയിട്ട് ഭാഗിച്ചിട്ട് ഒരു ഭാഗം 2 നേരത്തേക്കാണ്. 2+, 3+ ഒക്കെ തൈലേറി ഉള്ളതാണ്. തൈലേറി വെച്ച് മൂത്ത് പോയെങ്കിൽ മറ്റ് സൈഡ് രോഗങ്ങളൊക്കെ കൂടി ഉണ്ട്. അനാസ്പാസ്മ, പിന്നെ ന്യൂട്രോപ്പിൾസ്, ഇതുപോലെയൊക്കെയാണ് ഹീമോഗ്ലോബിനൊക്കെ ഉണ്ടാവും. ഇതിനകത്ത് ബ്ലഡിൻ്റെ പരിശോധിക്കാൻ റിപ്പോർട്ടിനകത്ത് ഉണ്ടാവും. അത് വന്നു കഴിഞ്ഞാൽ ഓവറായിട്ട് ഇതിന് രോഗമുണ്ട്, തീരെ അവശതയാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ഇത് 5 വെറ്റിൽ അരച്ചിട്ട് ഒരു നേരം കൊടുക്കണം. 1+ തൈലേറിയൊക്കെ ആണെങ്കിൽ അത് മതി. പക്ഷേ 2+ന് മേലോട്ടാണെങ്കിൽ ഈ വെറ്റിലേക്ക് പകരം എടുത്ത് ഒരു നേരം കൊടുക്കുമ്പോൾ 50 മില്ലി ബ്രാൻഡി ചേർക്കണം. 50 മില്ലി ബ്രാൻഡി ചേർത്ത് കൊടുക്കണം. ഒരു നേരം ബ്രാൻഡി ചേർത്ത് ഒരു നേരം വെറ്റിലും കൊടുക്കാം. അപ്പോൾ അതതിൽ കൂടുതലാണ്. അതാണ് മരുന്നൊന്നാണ്, അത് കൊടുക്കേണ്ട രീതിക്കാണ് വ്യത്യാസം. ബ്രാൻഡി ചേർക്കുന്നത് ചുക്ക് വെള്ളത്തിനകത്താണ് കൊടുക്കണം. ബ്രാൻഡി ചേർത്ത് മരുന്ന് ചേർത്ത് ചുക്ക് വെള്ളത്തിന് കൊടുക്കും. 5 ദിവസം കൊടുത്താൽ മതി. അത് കഴിഞ്ഞാൽ അടുത്തത് ഈ രോഗത്തിനുള്ള പ്രധാന എന്ന് പറഞ്ഞാൽ പശു കണ്ടുവാൻ ക്ഷീണിക്കുക, ക്ഷയരോഗികളെ പാകെ. അപ്പോൾ അതിൻ്റെ ഇത് മാറാനാണ് ഇത് കൊടുക്കണത്. തൈലേറിയ ശരിക്കും ഒറിജിനൽ തൈലേറിയ മരുന്നത്, അതിൻ്റെ അനുബന്ധ മരുന്നാണിത്. ഇത് കോഴിമുട്ടയ്ക്കകത്താണ് കൊടുക്കുന്നത്. ഇത് കൊടുക്കുമ്പോൾ തന്നെ ബ്ലഡിൻ്റെ അളവ് കൂടാൻ തുടങ്ങും. ഇത് 7 ദിവസത്തേക്കാണ്. ഒരു ദിവസം ഒരു നേരം വെച്ച് കോഴിമുട്ടയ്ക്കകത്ത് കൊടുക്കും. 7 ദിവസം കൊടുക്കും, ബ്ലഡിൻ്റെ അളവ് കൂടും. ബ്ലഡിൻ്റെ അളവ് കൂടുമ്പോൾ തൈലേറിയുടെ ഇത് കുറയും. അപ്പോൾ പശു എനർജിയായി അങ്ങനെ കൊടുക്കും. പിന്നെ ചിലതിന് കൂടുതൽ ഓവറായിട്ട് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇത് 2 ട്രിപ്പ് നമ്മൾ കുടിക്കേണ്ടി വരും. മിക്കവാറും ഒരെണ്ണം കൊണ്ട് തന്നെ മാറുന്നുണ്ട്. പിന്നെ തൈലേറിയ പൂർണ്ണമായിട്ട് ഏത് മരുന്നിനും ശേഷം മാറും. 3-4 മാസം കഴിയുമ്പോൾ വീണ്ടും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതിപ്പോൾ അലോപ്പതി ചെയ്താലും ഉണ്ടാകുന്നുണ്ട്. ആയുർവേദം കൊണ്ടും വരികയില്ലെന്ന് ഞാൻ പറയുന്നില്ല, വരാത്ത അനേകമുണ്ട്. അത് ശുശ്രൂഷ പോലെ ഇരിക്കും. എന്നുവെച്ചാൽ ഇത് പകർച്ച വീണ്ടും ഇതിൻ്റെ ശരീരത്തിലേക്ക് ഇതിൻ്റെ അണുക്കൾ കയറാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടത് തൊഴുത്തും പരിസരവും എപ്പോഴും ക്ലീൻ ചെയ്തിടുക. പക്ഷേ കുമ്മായം, ബ്ലീച്ചിങ് പൗഡർ മുതലായി ഉപയോഗിച്ച് അണുവിമുക്തമാക്കുക. അതുപോലെ തൈലേറിയ വന്ന പശുവിൻ്റെ തൈലേറിയ രോഗമുള്ള പശുവിൻ്റെ ഭക്ഷണാവശിഷ്ടങ്ങൾ മറ്റ് പശുക്കൾക്ക് കൊടുക്കാതിരിക്കാം. അതിൽ നിന്ന് രോഗം ഉണ്ടാകാം. പിന്നെ ഈ തൈലേറിയ വന്ന പശുവിൻ്റെ ഈ കടിച്ചിരിക്കുന്ന പിന്നെ പരാതങ്ങളുണ്ടല്ലോ, അത് മറ്റു പശുവിനെ കടിച്ചാലും രോഗം വരാം. അല്ലാതെ വായിലൂടെ പകരുന്നതല്ല ഇത്. അപ്പോൾ ഏറ്റവും കൂടുതൽ ആ പ്രാണികളെ നശിപ്പിക്കുക. ചേട്ടാ തൈലേറിയുള്ള പശുവിന് മരുന്ന് കൊടുത്തേ പറ്റൂ. ഒന്നെങ്കിൽ വെറ്റിനറി ഡോക്ടറെ കാണുക, അവർ നിർദ്ദേശിക്കുന്ന മരുന്ന് കൊടുക്കുക. ഇതല്ലെങ്കിൽ ആയുർവേദം കൊടുക്കണേ എന്നെ സമീപിച്ചാൽ എൻ്റെ ഒരു കൊണ്ട് മരുന്ന്. ഏത് മരുന്ന് ആര് കർഷകൻ മേടിച്ചാലും ഒരു ഉപകാരം ചെയ്യുക എന്നുള്ളത് നിങ്ങളുടെ അനുഭവം കമൻറ്റ് ചെയ്യുക എന്നുള്ളതാണ്. എങ്കിലേ മറ്റുള്ളവർക്ക് കൂടി അത് അനുഭവസ്ഥം പറഞ്ഞു എന്ന് പറയുള്ളൂ, വിശ്വാസം പറഞ്ഞു. അപ്പോൾ ഈ തൈലേറിയ വന്നു കഴിയുമ്പോൾ ചെന പിടിക്കാനുള്ള പ്രശ്നം ഉണ്ടാവില്ലേ? ചില പശുക്കൾക്ക് കാണിക്കുന്നുണ്ട്. തൈലേറിയ വന്നാലേ അതിന് ഭാവിയിൽ എൻ്റെ ആരോഗ്യസ്ഥിതിയുടെ മോശം കൊണ്ടായിരിക്കാം. ആരോഗ്യസ്ഥിതിയൊക്കെ വഷളാവില്ല, അതുകൊണ്ട് ചെന പിടിക്കാതെ വരുന്നുണ്ട്. അതല്ലാതെയും ചെന പിടിക്കാതെ എത്ര പശുക്കളുണ്ടെങ്കിലും ഒരു 80-90% വരെ എൻ്റെ മരുന്ന് കൊടുത്തിട്ട് ചെന പിടിച്ചിട്ടുണ്ട്. അനേക ആൾക്കാർക്ക് അനുഭവമുള്ളവരുണ്ട്. ഈ വീഡിയോ കാണുന്നവർക്ക് തന്നെ ഉണ്ടാവും. അവർ തന്നെ എനിക്ക് കമൻറ്റ് വിടണം, മനസാക്ഷിക്ക് വിടണം. മനസാക്ഷിയുള്ളവരെന്നെ വിടും. അനേകം പേർക്ക് ഈ മരുന്ന് ഇപ്പോഴും ആവശ്യപ്പെടുന്നുണ്ട്. 5 പശുവിന് 6 പശുവിന് മരുന്ന് മേടിച്ചാലേ 2 പശുവിന് മരുന്ന് മേടിച്ച് ചന പിടിച്ചിട്ടുണ്ടെങ്കിൽ അവർ അടുത്ത വീട്ടിൽ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അവർ തന്നെ ആവശ്യപ്പെടുന്നുണ്ട്. എന്നോടൊന്നും ചോദിക്കാറില്ല, ചന പിടിക്കാനുള്ള മരുന്ന് 2 എണ്ണം വിട്ടേരെന്നാണ് പറഞ്ഞത്. ഇന്ന് ഞാൻ പറഞ്ഞില്ല, 25 പശുവിന് ചന പിടിക്കാനുള്ള മരുന്ന് ഒന്നിച്ച് മേടിച്ച ആൾക്കാരുണ്ട്. അവർ ഫാമുകളിലാണ്. അപ്പോൾ അത് മേടിച്ച് സ്റ്റോക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ പല എല്ലേമാരും
സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അവർക്ക് വിശ്വാസം ഇല്ലെങ്കിൽ അവരാരെയും സപ്പോർട്ട് ചെയ്യില്ല. ഇത് കൊടുത്ത് അവർ കുത്തിവയ്ക്കുന്ന സ്ഥലത്ത് LA-മാർ ഡോക്ടർമാർ വരെ കുത്തിവയ്ക്കുന്ന സ്ഥലത്ത് ഈ മരുന്ന് കൊടുത്തിട്ട് ചന പിടിച്ചിട്ട് അവർ ആൾക്കാരോട് പറയുന്നുണ്ട്, കർഷകനോട് ഇന്ന പോലെ ഒന്ന് ബന്ധപ്പെട്ട് നോക്കാം, മരുന്നിട്ട് മേടിച്ചു കൊടുക്കുക, എന്നിട്ട് നമുക്ക് കുത്തിവയ്ക്കാമെന്ന് പറയും. ആത്മാർത്ഥമുള്ള ഡോക്ടർമാരും LA-മാരും ധാരാളം ചെയ്യുന്നുണ്ട്. ഫലവത്താണ്. പിന്നെ നമ്മൾ പറയുന്നതനുസരിച്ച് കൊടുക്കണം. ഇത് ഇച്ചിരി ദീർഘമായിട്ട് കൊടുക്കേണ്ട കാര്യം. ആകെ ഒരു 15 ഗ്രാമേ ഉള്ളൊരു നേരം കൊടുക്കാൻ, അത് 40 ദിവസത്തേക്കുണ്ട്. ഒറ്റ ട്രിപ്പിൽ നമ്മൾ മരുന്ന് കൊടുക്കുക. ഇതുപോലെ വലിയൊരു ഡബ്ബയാണ്. ഇത് കൃത്യമായിട്ട് നമ്മൾ കൊടുത്തിരിക്കണം. അത് കൃത്യം കൊടുക്കണം. കുത്തിവെച്ച് കഴിഞ്ഞ് കൊടുക്കാത്ത ആൾക്കാരുണ്ട്. അതിന് പിടിക്കണമെന്നില്ല. 15 ദിവസം മരുന്ന് കൊടുക്കാൻ തുടങ്ങിയാൽ 15 ദിവസം കഴിഞ്ഞുള്ള ഹീറ്റിലേക്ക് കുത്തിവയ്ക്കാണെന്ന് ഞാൻ പറയാറുണ്ട്. അതിന് മുമ്പ് കയറി കുത്തിവെച്ച് ചന പിടിക്കണമെന്ന് ഉത്തരവാദിത്തം ഇല്ല. അപ്പോൾ വൈദ്യം പറഞ്ഞ അനുസരിച്ച് ആ ഇൻസ്ട്രക്ഷൻ അനുസരിച്ച് ചെയ്യുക. 15 ദിവസം കഴിഞ്ഞ് എപ്പോൾ ഹീറ്റ് കാണിച്ചാലും കൊടുക്കുക. ആ മരുന്ന് തീർന്നിട്ടും ഹീറ്റ് കാണിച്ചില്ല, കുത്തിവെച്ചില്ല എന്ന് വെച്ചോ, 90 ദിവസം വരെ അതിൻ്റെ എഫക്റ്റ് ശരീരത്തിലുണ്ടാവും. അതിൽ എപ്പോൾ കുത്തിച്ചാലും ഞാൻ പിടിക്കും. എന്തെങ്കിലും ചെറിയ ലക്ഷണം കണ്ടാൽ മതി ഞാൻ പിടിക്കും. കുത്തിവെച്ചാൽ മതി. കുത്തിവെക്കുന്നത് കൂടി കറക്റ്റായാൽ മതി. ഇത്രയേ ഉള്ളൂ. ഞാനൊന്നും പശുവിനെ കണ്ടിട്ടില്ല ഈ മരുന്ന് മുഴുവൻ പോണത്. ഒക്കെ വീഡിയോയിൽ അഴിച്ചു വരും പശുവിൻ്റെ പടം, അല്ലെങ്കിൽ രോഗലക്ഷണങ്ങൾ കറക്റ്റായിട്ട് പറയും. ഒരു രോഗം നമ്മൾ നിശ്ചയിക്കും, മരുന്ന് അയച്ചു കൊടുക്കും, രോഗം മാറും. എന്താണ് രോഗം കൃത്യമായിട്ട് പറയുകയും ചെയ്യണം. തൈലേരിയയ്ക്ക് മാത്രമേ ബ്ലഡിൻ്റെ ടെസ്റ്റ് ചെയ്ത് ലാബ് റിപ്പോർട്ട് അയക്കാൻ പറയും. അപ്പോൾ നമുക്ക് വായിച്ചു നോക്കാൻ മനസ്സിലാവും. പിന്നെ എന്നതുകൊണ്ട് മരുന്ന് ഇത് തന്നെയാണ്. ഇപ്പോൾ പറഞ്ഞില്ലേ തൈലേറിയാണെന്ന് അവർ പറഞ്ഞാൽ, ഡോക്ടർ തൈലേറിയാണെന്ന് പറഞ്ഞെങ്കിൽ അത് ആണെങ്കിൽ മരുന്ന് അയച്ചു കൊടുക്കുക. പക്ഷേ ഡോസേജിൻ്റെ വ്യത്യാസമുണ്ട്, അളവിനും വ്യത്യാസം, കൊടുക്കേണ്ട രീതിക്ക് വ്യത്യാസത്തിനാണ് ലാബ് റിപ്പോർട്ട് തരാൻ പറഞ്ഞതിൻ്റെ കാരണം. അതാണ് അത് ചെയ്യും. വിളിച്ച് പറയുമ്പോഴേ ഞാനിവിടെ മരുന്ന് പാക്ക് ചെയ്യും, പൈസ അടിച്ചേക്കാൻ പറയും. കുറേ ആൾക്കാർ അഴിച്ചു തരാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. എന്നെങ്കിലുമാണ് പിന്നെ അഴിച്ചു തരുന്നത്. തന്നെങ്കിൽ തന്നെ ഞാൻ വിളിച്ച് വയ്ക്കാറുമില്ല. അങ്ങനെയുണ്ട്. നമ്മൾ അഴിച്ചു കൊടുക്കും. അത് അഴിച്ചു കൊടുത്തിട്ടുണ്ട്. കുറേ ആൾക്കാരുടെ ഇത് ഓർത്താൽ എനിക്ക് അയച്ചു കൊടുക്കാൻ ഇപ്പോൾ തോന്നണില്ല. കാര്യം നമ്മൾ പൈസ മുടക്കിയിട്ടാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്, ഉണ്ടാക്കി കൊടുക്കുന്നത്. അത് പൈസ കാര്യം കണ്ടിട്ട് പൈസ അടച്ചു തരാൻ പിന്നെ വിളിച്ചാൽ ഫോൺ എടുക്കാത്ത കുറേ ആൾക്കാരുണ്ട്. അതിൽ ഒരു 10% പേര് അത് മതി. എന്നാൽ 90% പേരും നല്ലവരെ അയച്ചു തരുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ആരെങ്കിലും ഉണ്ടാവും. അപ്പോൾ നമുക്ക് മനസ്സിന് വിഷമമാകും. അപ്പോൾ മറ്റുള്ളവരോട് പറയും പൈസ അടക്കാം, എന്നിട്ട് മരുന്ന് അയക്കാമെന്ന് പറയും. അങ്ങനെ പറയിപ്പിക്കുന്നത് ഇതുപോലെയുള്ള കുറേ ആൾക്കാരാണ്. 8,000 ചില രൂപ വരെയുള്ള ആൾക്കാരുണ്ട്. എനിക്ക് പശുവിന് മരുന്ന് മേടിച്ചിട്ട് 8,500 വരെ തരാനുള്ള ആൾക്കാരുണ്ട്. വിളിക്കുമ്പോൾ ഇപ്പോൾ ഫോൺ കൊടുക്കാൻ എന്തായാലും ഞാൻ രോഗമെന്ന് പറഞ്ഞാൽ ഞാൻ മരുന്ന് അയക്കും. കാശ് തരികയായിരിക്കേട്ട. പശുവിന് അറിയാൻ മേല എൻ്റെ വളർത്തുന്ന ആൾ പറ്റിച്ചാൽ എനിക്ക് മരുന്ന് മേടിക്കാൻ പശുവിന് അറിയാൻ മേല. അതുകൊണ്ട് ആ ജീവകാരുണ്യ പ്രവർത്തനം നടക്കി ഞാൻ മരുന്ന് അയച്ചു കൊടുക്കും. അതുകൊണ്ട് ദയവ് ചെയ്ത് കർഷകർ ഇത് കണ്ടിട്ട് നിങ്ങളുടെ അനുഭവത്തിൽ ഉള്ള കാര്യം മാത്രം, മോശമാണ് നല്ലതാണെങ്കിൽ നല്ലത് കമൻറ്റ് വരുമ്പോൾ അത് മതി. എല്ലാവരും എന്താണെന്ന് വെച്ചാൽ അത് സത്യസന്ധമായിട്ടുള്ള കാര്യം മതി. അല്ലാതെ എന്നെ പുകഴ്ത്താനും പറയേണ്ട, ഈ യൂട്യൂബ് ഇട്ടവരെ പുകഴ്ത്താനും പറയേണ്ട, ഒന്നും വേണ്ട. അത് നല്ലതാണെങ്കിൽ നല്ലത്, ചീത്തയാണെങ്കിൽ ചീത്ത, ഇത്രയും മതി. എൻ്റെ കാര്യം അത്രയേ ഉള്ളൂ. കമൻറ്റ് എല്ലാവരും കമൻറ്റ് ചെയ്യണം, അപേക്ഷിക്കണം.